ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുണ്യ റംസാനും അതുപോലെ തന്നെ നമ്മുടെ ഈദുൽ ഫിത്രൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് അങ്ങ് സന്തോഷത്തോടെ അല്ലെങ്കിലും എല്ലാവരും അതൊക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല യമ്മി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നാടൻ മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ. നാടൻ മാങ്ങ വെച്ചാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പുളിയൻ മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ, പഴുത്തിട്ടും പുളിയുള്ള മാങ്ങ, അപ്പോൾ അതൊക്കെ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നല്ല ബെസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള നാടൻ മാങ്ങയൊക്കെ, പുളിയുള്ള നാടൻ മാങ്ങയൊക്കെ സാധാരണ നമ്മൾ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. അല്ലെങ്കിൽ അത് ചെറുതാവുമ്പോൾ തന്നെ, കണ്ണിമാങ്ങ ആകുമ്പോൾ തന്നെ എടുത്തിട്ട് ഉപ്പിലിടുക, അച്ചാറിടുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ പഴുത്തിട്ടും നമുക്ക് നല്ല ടേസ്റ്റിൽ ഇത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ മാങ്ങ കൂടാതെ ശർക്കര മാത്രമേ നമുക്ക് ഇതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൽ മാങ്ങ ഞാനിതിൻ്റെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഞെട്ടി മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഇതിൽ വരിഞ്ഞിട്ടിട്ടുണ്ട് നമ്മൾ കത്തി വെച്ചിട്ട്. അതത് നമ്മൾ ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് പിടിക്കാനാണ്. അപ്പം ഞെട്ടി മുറിച്ച മാങ്ങയിൽ കത്തി ഉപയോഗിച്ചിട്ട് 3-4 പ്രാവശ്യം വരഞ്ഞ് കൊടുക്കുക. പിന്നെ നമുക്ക് ശർക്കര വേണ്ടത് മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ നല്ല പുളിമാങ്ങയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ശർക്കര ചേർക്കണം. അപ്പോൾ ഈ മാങ്ങ ഒത്തിരി പുളിയല്ല, എന്നാൽ നല്ല മധുരവും ഇല്ല, അങ്ങനത്തെ ഒരു മാങ്ങയാണ്. അപ്പോൾ ഞാനിതിൽ 5 വലിയ ശർക്കര പീസും പിന്നെ അതുപോലെ തന്നെ അതിലൊരു ചെറിയൊരു പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ റെസിപ്പി നമ്മൾ ഒരുപാട് മാങ്ങ വെച്ചൊക്കെ വലിയ കലത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണിത് വെന്ത് വരുമ്പോൾ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അടുപ്പിലാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്കിത് തയ്യാറാക്കാം. ഒരടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ശർക്കര ഉരുകി തുടങ്ങുന്നേ ഉള്ളൂ. ശർക്കര ഉരുകി തുടങ്ങുമ്പോൾ നിങ്ങൾ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ജസ്റ്റ് അതങ്ങ് അലിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ശർക്കരയുടെ വെള്ളം ഒന്നും വറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഒരു മഞ്ഞ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇത് വറ്റി ശർക്കരയുടെ വെള്ളം കുറച്ചുകൂടെയൊക്കെ ഒന്ന് കുറുകാനുണ്ട്. ഞങ്ങൾ മലപ്പുറംകാർ ഇതിന് ചക്കര മാങ്ങ എന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നത് തേൻ മാങ്ങ എന്ന് വേണമെങ്കിൽ ഇതിന് ചേരും കേട്ടോ. കാരണം ഈ ശർക്കരയുടെ ടെക്സ്ചറൊക്കെ ഇനി മാറിയിട്ട് തേൻ പോലെ വരും. ഇപ്പോൾ ഇത് വെറും വെള്ളമായിട്ടാണ് കിടക്കുന്നത്. ഈ ശർക്കര ഇനിയും പിന്നെ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി വെള്ളം വറ്റി വരുമ്പം കുറച്ചുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ ആ പരുവാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്മിലിടാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ശർക്കര കുറച്ചും കൂടി ഒന്ന് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ അടിക്ക് പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ തീ ഒന്ന് കുറച്ച് വെച്ചോളൂ. തീ കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ആവണം. ഇവിടെ മാങ്ങയൊക്കെ ഇപ്പോൾ ഇങ്ങനെ അലിഞ്ഞ് അതിൻ്റെ ഫ്ലഷൊക്കെ നല്ല വെന്ത് വരുന്നുണ്ട്. ശർക്കരയൊക്കെ ഇങ്ങനെ കുടിച്ച് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറി കിട്ടും. നല്ലൊരു ടേസ്റ്റ്, ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരും ഈ സമയത്ത്. ഇപ്പോൾ ഇതാ ഒന്നും കൂടെ വറ്റി വന്നു, കണ്ടില്ലേ? ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി, കാരണം ഇത് ഇനി തിക്കാവുമ്പോൾ ഒന്നും കൂടെ, അതായത് ഇതിൻ്റെ കൂളാവും, ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ലിക്വിഡ് ഒന്നും കൂടി തണുത്ത് തിക്കായി വരും. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ഇത്തിരി ചേർത്ത് കൊടുക്കാം. തണുത്ത ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അപ്പം അത് മിക്സായി കിട്ടാൻ പണിയാവും. ഇനി അങ്ങനെ തിക്കായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ തന്നെ അതങ്ങ് മിക്സായി കിട്ടും. കണ്ടില്ലേ? ഇതിൻ്റെ ഈ പരുവം തന്നെ മാറി തേൻ പോലെ ആയി വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്ത ശേഷമാണ് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാണ്. കണ്ടില്ല, ഈ ശർക്കരേൻ്റെ പാനിയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് നമ്മുടെ പുളിമാങ്ങയൊക്കെ നല്ല മധുരമാങ്ങയായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൻ്റെ പാനി, നമ്മുടെ ശർക്കര പാനി ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച്, അതായത് നമ്മുടെ മാങ്ങയുടെ ചാറൊക്കെ പിടിച്ച ശർക്കര പാനിയാണ്. അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഈ പാനിയിൽ നമ്മൾ ഇത് ചേർത്തിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോൾ അത് നല്ലോണം അതിൽ പിഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിൻ്റെ മാങ്ങയുടെ തൊലിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കാമ്പ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയോ? ഇതൊക്കെയാണ് നമ്മുടെ തനതായ നാടൻ ഡെസേർട്ട്സ്. നമ്മുടെ പുഡിങ്ങിനെയൊക്കെ വെല്ലും. പുഡിങ്ങൊക്കെ പിന്നെ വന്ന സംഭവങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മുടെ പഴമയുടെ രുചി. അപ്പോൾ പുഡിങ്ങും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സമയത്ത് ഓർക്കുക, ഇതുപോലുള്ള പഴയ ഡിഷുകൾ ഇപ്പോഴും നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒരുപാട് സംഭവങ്ങളൊന്നും ചേർക്കാതെ തന്നെ കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് വായിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താ. അപ്പോൾ മാങ്ങ ഇരിപ്പുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കണ്ട, ഇപ്പം തന്നെ ചെയ്ത് നോക്കൂ. അപ്പോൾ ശർക്കര മാത്രം മതി മാങ്ങയുടെ കൂടെ നമുക്ക് ഈ റെസിപ്പി ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഫങ്ഷനൊക്കെ ആണെങ്കിലും ഇതൊരു ഡെസേർട്ടായിട്ട് തന്നെ നമുക്ക് വിളമ്പാൻ പറ്റും. കണ്ടില്ലേ, ഇതിൻ്റെ പാനിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തൊലിയൊന്നും ഒരുപാട് കട്ടിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ഒന്നിച്ച് മാങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.